ഓം അമൃതേശ്വരി നമഃ. യദ്യപ്യേതേന പശ്യന്തി ലോപോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രഥമാധ്യായം അർജുന വിഷാദ യോഗത്തിലെ 38 39 ശ്ലോകങ്ങളാണ് ഇവ. ഹേ ജനാർദ്ദന, ലോഭം കൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചവർ, അതായത് ദുര്യോധനാദികൾ, കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ മനസ്സിലാക്കില്ല. മിത്രങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള പാപം അറിയില്ല. കുലക്ഷയകൃതം എന്ന ദോഷം വ്യക്തമായി അറിയണം. നമ്മൾ ഈ പാപത്തിൽ നിന്നും പിന്മാറേണ്ടതല്ലേ എന്നാണ് അർജുനന്റെ സംശയം. ദുര്യോധനൻ ദുഷ്ടനാണ്, അധർമ്മേ ചെയ്തിട്ടുള്ളൂ, ലോപമതിയാണ്, അസുര സമ്പത്തിന്റെ ഉടമയുമാണ്. സ്വന്തം പ്രവൃത്തിയുള്ള ദോഷം മനസ്സിലാക്കാനും കഴിയില്ല. ദുര്യോധനൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ ഞാൻ പ്രവർത്തിക്കില്ല. എനിക്ക് അധർമ്മം എന്താണെന്നും അറിയാം, പക്ഷേ എനിക്കത് പ്രവർത്തിക്കാതിരിക്കാനും കഴിയില്ല. കുലക്ഷയകൃതം എന്ന ദോഷം അർജുനന് വ്യക്തമായി മനസ്സിലാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അർജുനന്റെ ധർമ്മബുദ്ധി സ്വന്തം കുലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ധർമ്മനിഷ്ഠയിൽ സ്വന്തവുമില്ല ബന്ധവുമില്ല എന്ന വലിയ സത്യം കാണാൻ കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് അർജുനനെ ഭഗവാൻ. അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും നമ്മളത് അനുഷ്ഠിച്ച കുലത്തിന് ക്ഷേമാവില്ലേ? മാതാപിതാക്കൾ അധർമ്മം ചെയ്ത മക്കൾ ദുഷിക്കില്ലേ? പിന്നീട് അങ്ങനെ തലമുറകൾ മുഴുവൻ പാഴായി പോകില്ലേ? ഈ പ്രതിലോമ വികാരങ്ങൾ അർജുനന് അശാന്തി പകർന്നപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ധാർമ്മിക പന്ഥാവിലേക്ക് നയിച്ചു. അമുജമ ധ്യാന സമയത്ത് പറയാറുണ്ട്, മനുഷ്യ മനസ്സും പ്രകൃതിയും കലുഷിതമായി കൊണ്ടുവരികയാണ്. വിവേചിച്ച് നീങ്ങിയാൽ മാത്രമേ ധർമ്മം നിലനിർത്താനാവൂ. വർത്തമാനകാലം ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ്. അതിനെ വേണ്ടതുപോലെ വിനിയോഗിക്കുക. ഇന്നലെ ഒരിക്കലും ഇന്നാകില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിക്കുക. കർമ്മങ്ങൾ അമൂല്യവും പറയാറുണ്ട്, 1 കോടി രൂപ നഷ്ടമായാലും നമുക്കൊരു പക്ഷേ അത് തിരിച്ചെടുക്കാം. പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിക്കാനും കർമ്മങ്ങൾ ഈശ്വര പൂജയായി ചെയ്യാനുമാണ് അമൂല്യം ഞങ്ങളെ ആശ്രമത്തിൽ പഠിപ്പിക്കുന്നത്. അഗ്രികൾച്ചർ പഠിച്ചവന് കൃഷി ചെയ്യാൻ പ്രയാസം വരില്ല. അതുപോലെ വഴിയറിഞ്ഞ് യാത്ര ചെയ്താൽ ലക്ഷ്യം പ്രാപിക്കൽ സുഗമമാവും. അവിടെയാണ് ഗുരുസാന്നിധ്യം അവശ്യം വേണ്ടത്. കർമ്മങ്ങൾ ഈശ്വര പൂജയായി ചെയ്യാൻ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് വിവേകബുദ്ധിയോടെ നീങ്ങാനും ഭഗവത്ഗീത നമുക്കൊരു വഴികാട്ടിയാണ്. മാത്രമല്ല സുഹൃത്തും. സനാതന ധർമ്മതത്വങ്ങൾ മഹർഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യ സമ്പത്താണ്. മൂല്യങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിൻ്റെ യശസ് മങ്ങാതെ മായാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സാംസ്കാരിക പൈതൃകം ഒന്നുകൊണ്ട് മാത്രമാണ്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്കും ആവുന്നത് ശ്രമിക്കാം. ഓം അമൃതേശ്വരീ നമഃ.